െതിരെ പോരാടണമെന്ന് പ്രവർത്തകരോട് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു. ബിജെപിയും RSSും ഇന്ത്യ എന്ന ആശയത്തിനെതിരാണ്. കോൺഗ്രസ് പ്രകടന പത്രിക എല്ലാവരിലേക്കും എത്തിക്കണമെന്നും രാഹുൽ നിർദ്ദേശിച്ചു. ഒന്നാം ഘട്ട വോട്ടെടുപ്പിന് മുൻപാണ് രാഹുൽ ഗാന്ധിയുടെ സന്ദേശം വന്നിരിക്കുന്നത്. You're the Congress worker, you're a backbone, you're the DNA of our party, and you understand the ideology and fight for it every day. We couldn't do without you. And so I want to thank you. There's an election taking place. You know what the RSS is about. They're against the idea of India. They're attacking our nation. They're attacking our constitution. They're attacking our democratic structure. Every single one of our institutions, including the Election Commission and the legal framework, is under attack. And you are the defenders. You're the people who fight the RSS on the streets. You fight them in the villages. You fight them in the towns. You fight them wherever you see them. I just wanted to tell you that we're relying on you. We depend on you and we love you. You helped us get these ideas. You helped us bring these ideas from the people of India into our manifesto. So I send you my best wishes. And remember, we're all standing together and we're going to win this fight. We're going to defeat the BJP and their ideology. Thank you. നോബിൾ മാരിക്കാരൻ വിവരങ്ങളുമായി. നോബിൾ, ഇപ്പോൾ ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള സന്ദേശമായിട്ടാണ് കാണേണ്ടത്. രാഹുൽ ഇന്ത്യ എന്ന ആശയത്തിനെതിരാണ് BJP എന്നുള്ള കാര്യം ഊന്നിപ്പറയുന്നു. അതോടൊപ്പം ഭരണഘടന അപകടത്തിലാണ്. അത് ശക്തമായി തന്നെ വീണ്ടും രാഹുൽ പറയുകയാണ്. ഇതിപ്പോൾ എവിടെ നിന്ന് നൽകിയ സന്ദേശമാണ്? ഇപ്പോൾ ഇന്ന് കോട്ടയത്ത് അദ്ദേഹം എത്തുന്നുണ്ട്. സ്മൃതി, നാളെയാണ് ഒന്നാം ഘട്ട വോട്ടെടുപ്പ് നടക്കാൻ പോകുന്നത്. അതിനു മുൻപാണ് രാഹുൽ ഗാന്ധി സഞ്ചരിക്കുന്ന കാറിൽ ഇരുന്നു കൊണ്ട് ഇത്തരത്തിൽ ഒരു സന്ദേശം നേതാക്കൾക്കും ഒപ്പം പ്രവർത്തകർക്കും നൽകിയിരിക്കുന്നത്. പോരാട്ടം BJPക്കും ഒപ്പം RSSന്റെ പ്രത്യയശാസ്ത്രത്തിനും എതിരാണ്. ഇന്ത്യയെ ആക്രമിക്കുകയാണ് BJPയും RSSും എന്നാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ ഭരണഘടനാ സംവിധാനങ്ങൾ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കമുള്ള എല്ലാ സംവിധാനങ്ങളും തകർക്കുന്ന നിലപാടാണ് അവർ സ്വീകരിക്കുന്നത്. ആ പ്രത്യയശാസ്ത്രത്തിനെതിരായ പോരാട്ടം ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം, അതിന് ഓരോ പ്രവർത്തകരും മുന്നിട്ടിറങ്ങണം എന്ന സന്ദേശം തന്നെയാണ് രാഹുൽ ഗാന്ധി നൽകുന്നത്. അതോടൊപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ BJPയുടെയും RSSന്റെയും പ്രത്യയശാസ്ത്രത്തെ പരാജയപ്പെടുത്തുകയാണ് നമ്മൾ ചെയ്യുന്നത് എന്ന് കൂടി രാഹുൽ ഗാന്ധി വ്യക്തമാക്കുകയാണ്. ഒപ്പം കോൺഗ്രസിന്റെ പ്രകടന പത്രികയുമായി ബന്ധപ്പെട്ടും രാഹുൽ ഗാന്ധി ഇന്ന് ഈ സന്ദേശത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നിരവധി വാഗ്ദാനങ്ങൾ നൽകുന്നതാണ് ഈ പ്രകടന പത്രിക. ഓരോ വീടുകളിലും ഈ പ്രകടന പത്രിക എത്തിക്കാൻ പ്രവർത്തകർ പൂർണ്ണമാധികം ശക്തിയോടെ പ്രവർത്തിക്കണം എന്നുകൂടി രാഹുൽ ഗാന്ധി ആഹ്വാനം ചെയ്യുന്നു. നമുക്കറിയാം, രാഹുൽ ഗാന്ധിയുടെയും ഒപ്പം കോൺഗ്രസിനെയും പ്രകടന പത്രികയെ സംബന്ധിച്ചിടത്തോളം നിരവധി വാഗ്ദാനങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. പ്രധാനമായും തൊഴിലുറപ്പ് വേതനം 400 രൂപയാക്കി മാറ്റും. അതോടൊപ്പം തന്നെ ഈ കരാർ ജീവനക്കാർ അല്ലെങ്കിൽ കരാർ ജോലികൾ ഒഴിവാക്കി സർക്കാർ ജീവനക്കാർ, കേന്ദ്ര സർക്കാരിൽ 30 ലക്ഷം വരുന്ന തൊഴിലുകൾ സൃഷ്ടിക്കും. അത്തരത്തിൽ പാവപ്പെട്ട കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് 1 ലക്ഷം രൂപ പ്രതിവർഷം വരുമാന രീതിയിലുള്ള നടപടികളുണ്ടാകും. അത്തരത്തിൽ നിരവധി വാഗ്ദാനങ്ങൾ ഇതിലുണ്ട്. ഒപ്പം താങ്ങുവില ഉറപ്പാക്കാൻ കർഷകർക്ക് വേണ്ടി നിയമനിർമ്മാണം നടത്തി തുടങ്ങിയ നിരവധി വാഗ്ദാനങ്ങളുണ്ട്. ഈ വാഗ്ദാനങ്ങളെല്ലാം ഓരോ വീടുകളിലും എത്തിച്ചുകൊണ്ട് BJPയെ പരാജയപ്പെടുത്താൻ പൂർവാധികം ശക്തിയോടെ പ്രവർത്തിക്കണം എന്ന ആഹ്വാനമാണ് രാഹുൽ ഗാന്ധി നൽകുന്നത്. തീർച്ചയായും ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് 102 ലോക്സഭാ മണ്ഡലങ്ങളാണ് വിധി എഴുതുന്നത്. അതിൽ കോൺഗ്രസ് വലിയ പ്രതീക്ഷ വയ്ക്കുന്ന പല മണ്ഡലങ്ങളും ഉണ്ട്. തീർച്ചയായും ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൽ തന്നെ പരമാവധി സീറ്റുകൾ നേടി ഇന്ത്യ സഖ്യത്തെ മുന്നിലേക്ക് എത്തിക്കുക എന്നതിനാണ് കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് രാഹുൽ ഗാന്ധി സഞ്ചരിക്കുന്ന കാറിൽ രാത്രിയാണ് ഈ വീഡിയോ ചിത്രീകരിച്ച് പ്രവർത്തകർക്കും ഒപ്പം നേതാക്കൾക്കുമായി അദ്ദേഹത്തിന്റെ എക്സ് പോസ്റ്റിലൂടെ ഇന്ന് പങ്കുവയ്ക്കുകയും ചെയ്തിരിക്കുന്നത്. ശരി, നോബിൾ മാരിക്കാരനാണ് വിവരങ്ങൾ നൽകിയത്.